മഹേഷ് സാറിന്റെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു പുതുമുഖമല്ല, നിൽക്കുന്നത് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അല്ല, ഒരു കൈയടി കൊടുക്കാം. ആ നിപ്പിന് ആ ചിരിക്കുവാണ് കൈയടി. എല്ലാവർക്കും നല്ലൊരു കൈയോടുകൂടി സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാർ, എനിക്ക് സാറിൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. സാറിൻ്റെ ഫസ്റ്റ് ഫിലിമാണല്ലോ അത്, ചെയ്യാൻ പോകുന്ന ഫിലിമാണ്. സാറിൻ്റെ എനിക്ക് തോന്നുന്നു സാറിൻ്റെ ക്രൂവും പുതിയ ആൾക്കാരാണ്. അത് പൂജ കഴിഞ്ഞിട്ട് സാറിന് എന്താ ഫീൽ ചെയ്യുന്നത് എന്ന് പറയണം. അത് മാത്രമല്ല, എനിക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുള്ളത് എൻ്റെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വന്നപ്പോൾ നമ്മുടെ പോസ്റ്റർ കണ്ടു ഒരു ബോയ്സിൻ്റെ. അപ്പോൾ അതിലെല്ലാം നമ്മളുടെ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് കാണുന്നത് ഫുള്ള് ഗേൾസ് പിക്ചേഴ്സാണ്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയി, ബോയ്സ് ആണോ ഗേൾസ് ആണോ, ഇതിൽ ആരാണ് ലീഡിങ് റോൾ ചെയ്യുന്നത്, ഇത് എന്താണ് നമ്മുടെ പിക്ചറിൽ അങ്ങനെ വന്നത്, ആരാണ് മെറി എന്നുള്ളത്. ഒരു ചോദ്യം ഒരു ചോദ്യം കൂടി ഉണ്ട്. അല്ല, ഒരു ചോദ്യം കൂടി. ഇതിന് നമ്മുടെ ലീഡിങ് റോളായിട്ട് ആരെങ്കിലും ഒരു ഹീറോ. എല്ലാവർക്കും നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക സാറിന്. ശരിക്കും ഇതൊരു ഇങ്ങനെ നന്ദി പറയുന്നു. പിന്നെ ചോദിച്ച ചോദ്യത്തിലോട്ട് പറഞ്ഞതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം മറന്നുപോയാ, കുറെ ചോദ്യം ചോദിച്ചോണ്ട്. ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഇത് കുറേ വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ഒരു യാത്രയുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ സിനിമയുടെ കഥ പറയുന്നത് ലിസ്റ്റിനോടാണ്. ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പുള്ളി എനിക്ക് വിളിച്ച് കൺഫർമേഷൻ പറയാനുണ്ടായത്. സത്യം പറഞ്ഞാൽ ആ മൊമെന്റ് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പിച്ച് നോക്കി, റിയൽ ആണോ, വേറെ സ്വപ്നമെല്ലാം കാണുന്നതാണോ എന്നൊക്കെ എനിക്ക് തോന്നിയ ഒരു മൊമെന്റാണ്. അപ്പൊ ഇതേപോലത്തെ സിനിമകൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുകയും ഞങ്ങൾ അങ്ങനത്തെ ഒരു കഥ പ്ലാൻ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഈ സിനിമ സംഭവിക്കുന്നത്. സാർ, ഒറ്റ കാര്യം, അവിടെ പ്രിയപ്പെട്ട താരം അർജുൻ അശോകൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒന്ന് സ്റ്റേജിലേക്ക് നമുക്ക് നിറഞ്ഞ കൈ ചെയ്തുകൊണ്ടിരിക്കുക. കീപ് ഓൺ വർക്കിംഗ്. ഞങ്ങളുടെ 5ാമത്തെ പൂർത്തിയായ സ്ക്രിപ്റ്റാണിത്. 5ാമത്തെ പൂർത്തിയായ സ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റ് മാത്രമാണ് ഞങ്ങൾക്ക് പ്രൊഡ്യൂസറിലോട്ട് എത്തിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു സ്ക്രിപ്റ്റ് പാകമായി വരണമെങ്കിൽ എത്ര നാളെടുക്കും, എത്ര ദിവസം എടുക്കും. ഞാൻ ആക്ച്വലി ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പരസ്യങ്ങളാവട്ടെ, ഡോക്യുമെന്ററീസ്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്തൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു ക്യൂബിക്കിൽ. അതിൽ നിന്നാണ് ഈ ഒരു സിനിമ ജനിച്ചു വന്നത്. അപ്പോൾ അതിന് കാരണക്കാരിയായിട്ടുള്ളത് എൻ്റെ കൂടെ തന്നെ ഒരു കൊളീഗായിട്ടുള്ളൊരു, ഞാൻ IBM വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഡെഫിനറ്റ്ലി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റെഫിയാണ് എനിക്ക് ഈ ലിസ്റ്റിലേക്ക് ഒരു മാർഗം തെളിച്ചത്. എനിക്ക് കിട്ടിയത് ആദ്യം ഒരു 10 മിനിറ്റാണ്. അപ്പോൾ ഞാൻ ലിസ്റ്റിനോട് പറഞ്ഞേക്കും അതെനിക്ക് 10 മിനിറ്റ്, അങ്ങനെ ഏകദേശം 50 മിനിറ്റ് എടുത്തിട്ടാണ് ഈ സ്റ്റോറി പറഞ്ഞത്. എനിക്ക് ക്ലൈമാക്സ് ഒക്കെ പിന്നെയും ഒത്തിരി വർക്ക് ചെയ്തു. ശരിക്കും ഇതിന്റെ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ എപ്പോഴും സ്ക്രിപ്റ്റാണ്. ഈ സ്ക്രിപ്റ്റ് ചെയ്തത് ശ്രീപ്രസാദാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ക്രിപ്റ്റിന്റെ റിവിഷൻസ് ശ്രീ എപ്പോഴും സ്ക്രിപ്റ്റിൽ തന്നെ ഇരുന്നത് റിവൈസ് ചെയ്ത് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ലിസ്റ്റിലും പറയാറുള്ളത്, നിങ്ങൾ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുക, സ്ക്രിപ്റ്റ് ഭംഗിയാക്കുക, അപ്പോൾ ബാക്കി എല്ലാം മാറ്റി വയ്ക്കുക, സ്ക്രിപ്റ്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ട്. ശരിക്കും ഇപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള 31ാമത്തെ ഡ്രാഫ്റ്റാണുള്ളത്. അപ്പോൾ അത്രത്തോളം ഞങ്ങൾ ആ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ പിള്ളേരുടെ പരിപാടി, ജെൻസി പരിപാടിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള കുറച്ച് സൂത്രങ്ങളുണ്ട്. അത് ഈ പടത്തിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു എന്റർടൈൻമെന്റ് പാക്കേജാണ്. 5 പാട്ടുകളുണ്ട്, സ്റ്റണ്ട് ഉണ്ട്, നല്ല കേറ്റിറക്കങ്ങളുള്ള നല്ല ഫ്ലോ ഉള്ള സിനിമയാണ്. അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ ഭംഗിയായിട്ട് നെറ്റിട്ടാണെങ്കിൽ കൂടെ ഇതിനകത്ത് കടന്നു വരുന്ന പയ്യന്മാരുണ്ട്. അവർക്കൊക്കെ ഈക്വലി ഇമ്പോർട്ടൻറ്റ് റോളുകളാണ് ഈ പടത്തിലുള്ളത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള സിനിമകളും നമുക്ക് ഇൻഡസ്ട്രിയിൽ പറയേണ്ടതുണ്ട്. എല്ലാ തരത്തിലുള്ള സിനിമകളും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ് എനിക്ക് കിട്ടിയത്. അതിന് വളരെ താങ്ക്ഫുൾ ആണ്. കാര്യം എല്ലാ തരത്തിലുള്ള സിനിമകളും ഇൻഡസ്ട്രിയിൽ വരണം, അല്ലാതെ കൊമേഴ്ഷ്യലായിട്ട് ഈ ടൈപ്പ് പടം മാത്രം വരണം എന്നാഗ്രഹിക്കുന്ന പ്രൊഡ്യൂസർ അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഈ കാര്യത്തിൽ. ഞാൻ വിചാരിച്ചിരുന്നത് പ്രൊഡ്യൂസറെ കണ്ടെത്താൻ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുന്നതാണ്. പക്ഷെ നേരെ തിരിച്ചായിരുന്നു. ഇതിനകത്തുള്ള ആക്ടേഴ്സിനെ കണ്ടെത്താനാണ് ഞങ്ങൾ ഏറ്റവും കഷ്ടപ്പെട്ടത്. അതെ. അപ്പോൾ ഞാൻ എൻ്റെ നമ്മളുടെ മെറി എന്ന് പറഞ്ഞാൽ മെറിനെ എല്ലാവരും വിളിക്കുന്ന മെറീന്നാണ്. അപ്പോൾ ഓഫീസ് റൗണ്ട് ഡ്യൂട്ടിയിലൂടെയാണ് നായിക നമ്മുടെ സിനിമയിലേക്ക് വരുന്നത്. വില്ലത്തിയായിട്ടാണ് വരുന്നത്. പക്ഷെ ഒത്തിരി പേരുടെ ക്രഷാണ്. പൂച്ചക്കണ്ണുള്ള ആ സുന്ദരി കുട്ടി സ്റ്റേജിലേക്ക്